അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ആ ഈവനിങ് സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ് ഞാനിത്. ഇത് ഒന്നും കൂടി ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക. അതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ആക്കാം. ഞാനിപ്പോൾ സ്പൂൺ എടുത്തിട്ടാണ് ആക്കുന്നത്. അപ്പോൾ സ്പൂൺ എടുത്ത് നന്നായിട്ട് അമർത്തി പേസ്റ്റ് രൂപത്തിലാക്കണം നമുക്കിത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇതാ കണ്ടോ, ഇതേപോലെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, അതായത് നമ്മൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. അതും ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഉള്ളി, അതായത് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്, അതായത് മല്ലിയില ചെറിയതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പിൻ്റെ ഇല അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി വേണ്ടത് പച്ചമുളക്, അതായത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ പൊടി 1 കപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് ബ്രെഡിൻ്റെ പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അത് നിങ്ങളുടെ ഉപ്പിൻ്റെ ഇതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നിങ്ങൾ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് കൈ വെച്ച് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ചേർത്ത് അതൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇത് കണ്ടോ, എണ്ണ തേക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇത് കയ്യിൽ ഒട്ടി പിടിക്കാണ്ടൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ആഡ് ചെയ്തത് കയ്യിൽ. ഇതേ കണ്ടോ, ഇതേപോലെ നല്ല ബോൾ രൂപത്തിലാക്കി ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ബോൾ രൂപത്തിലാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ബോൾ എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ മൈദ ആഡ് ചെയ്യാം. 2 സ്പൂണാണ് ഞാൻ മൈദ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അത് മൈദ നന്നായിട്ട് ലൂസായി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. നന്നായിട്ട് ലൂസാക്കി എടുക്കണം. നമുക്ക് ഒരു പാലിൻ്റെ ഒക്കെ രൂപത്തിൽ ലൂസാക്കി കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നല്ല പാല് രൂപത്തിലായി വരണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഉപ്പ്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേ കണ്ടോ, ഇതേപോലെ ഇത്ര കട്ടിയേ പാടുള്ളൂ. നമുക്ക് ഇത്ര ലൂസ് ആവണം, കുറച്ച് കട്ടിയും വേണം. അന്ന രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇതേപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉണ്ട ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ചെറിയ ബോളായതിനെ കൊണ്ട് ഞാനൊരു 3 ഉണ്ട ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ചെറിയ ബോളായത് കൊണ്ടാണ് ഞാൻ ഈ 3 ഉണ്ട ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, അതേപോലെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്കത് നമ്മുടെ ബ്രെഡ് പൗഡറിലേക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ബ്രെഡ് പൗഡർ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് എടുത്ത് ആദ്യം നമ്മൾ മൈദയിൽ മുക്കിയെടുത്തു. എന്നിട്ട് അത് നേരെ നമ്മൾ ബ്രെഡ് പൗഡറിലാണ് ഇട്ട് മിക്സ് ചെയ്യുന്നത്. ഇതേപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ.
എവിടെയും മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഈ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തണം, ഒരു സ്ഥലത്തും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് മിക്സായി വരണം. ഇനി നമുക്ക് അടുത്തത് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കുക എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുവരേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാൻ വെക്കാം. അതായത് പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്തും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓയിലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, അതായത് ആ ഉണ്ട പകുതി മുങ്ങുന്ന രീതിയിലേ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഫുൾ മുങ്ങുന്ന രീതിയിൽ ഓയിൽ ഒഴിക്കരുത്. പകുതി മുങ്ങുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. കണ്ടോ, ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ഉണ്ട ഇട്ട് കൊടുക്കാം. കണ്ടോ, അതേപോലെ അതിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, അതേപോലെ അപ്പം തന്നെ മറിച്ചിടും വേണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ബ്രെഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ എപ്പോഴും ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ, അതേപോലെ ഒരു ബ്രൗണിഷ് കളറായി വരും. അതുവരെ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് അതായത് റെഡിയായി വരുന്നുണ്ട്. ഒരു കളറൊക്കെ മാറി ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നല്ല വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഏറ്റവും ഒരു രുചികരമായ ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വിഭവമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.